ഫിഷ് ഫ്രൈ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കും വെജിറ്റേറിയൻസിനുമായിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ? ഇത് കാണുമ്പോൾ മീൻ പൊരിച്ചതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കെങ്കിലും എന്നാൽ ഇത് മീൻ പൊരിച്ചതല്ല, ബ്രിഞ്ചാൾ ഫ്രൈ ആണ്. അതായത് വഴുതനങ്ങ പൊരിച്ചത്. എങ്ങനെയാണ് ബ്രിഞ്ചാൾ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രിഞ്ചാൾ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വലിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കാം. തിക്നെസ് ഓവറായിട്ട് കൂടാനും പാടില്ല, ഓവറായിട്ട് കുറയാനും പാടില്ല. ആ ഒരു സൈസിൽ വേണം നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പിന്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതുമാണ്, കടയിൽ നിന്നും വാങ്ങാനും കിട്ടും. അടുത്തതായി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അടുത്തതായിട്ട് കുരുമുളക് പൊടി, കായം, നല്ല ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ച ഈ മസാലപ്പൊടിയിലേക്ക് ഓരോ വഴുതനങ്ങ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് തവ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ എടുത്തു വെച്ച വഴുതനങ്ങ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലായിരിക്കണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ വഴുതനങ്ങയുടെ മുകളിലേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ വഴുതനങ്ങയുടെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ എല്ലാ വഴുതനങ്ങയും നന്നായിട്ട് പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് ചോറിന്, പൊരിച്ച മീനിന് പകരം നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷ് തന്നെയാണിത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.